ഇന്നത്തെ ഈ പ്രഹസനം ഒരു കല്യാണത്തിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഉണ്ണിമായൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് സാരി എടുത്ത് ഒരുങ്ങി നിൽക്കണൻ്റെയാണ് ഈ കാണുന്നത് നിങ്ങൾ. ഉണ്ണിമായൻ്റെ ബ്രൈഡ് ടു ബീൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് ഈ സാരി എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഓൾറെഡി സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് നല്ല രീതിയിൽ ഞൊറിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ബ്ലൗസ് തയ്ച്ചിരിക്കുന്നത് എൻ്റെ അമ്മയാണ്. അത് ഡിസൈൻ ചെയ്തതും അതുമേ വർക്ക് ചെയ്തതും ഞാനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സ്പെഷ്യൽ ഹാപ്പിയാണെന്ന്. സാരി എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സമയം എടുത്തുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ കല്യാണ സ്ഥലത്ത് ചെന്നപ്പോൾ നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ലേറ്റായെന്ന് വെച്ചാൽ താലികെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന സമയത്ത് അവിടെ ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരുടെ നീണ്ട ക്യൂ ആണ്. ഇതാണ് കേട്ടോ ചെക്കനും പെണ്ണും. അപ്പോൾ ക്യൂ കണ്ടപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല. ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ. ഇതിനകത്ത് സാമ്പാറിൽ എനിക്ക് മാത്രം മുരിങ്ങാക്കോലും വെണ്ടക്കായും കിട്ടിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറിലും മുരിങ്ങാക്കോലും വെണ്ടക്കായും, പക്ഷെ എനിക്ക് കിട്ടിയില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അവിയൽ ഇഷ്ടമാണ്, പിന്നെ ഇഞ്ചമ്പുളി ഇഷ്ടമാണ്. ബാക്കി എനിക്ക് എല്ലാ കറികളുടെയും പേരറിയില്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് ലാസ്റ്റ് വരുന്ന പായസത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ പപ്പടം മാറ്റി വയ്ക്കും. ഇങ്ങനെ പായസം ഇലയിലൊഴിച്ച് കുഴച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 പായസം ഉണ്ടായിരുന്നേ. ഒന്ന് പരിപ്പ് പായസവും ഒന്ന് പാലട പായസവും. പാലട പായസമാണ് ഞാൻ ഇലയിലൊഴിച്ച് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളി. ഒന്നും കൂടെ കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വയറ് ഫുള്ളായി. ഞാൻ ചോറും അത്യാവശ്യം കഴിച്ചു. പിന്നെ പായസവും 1 ഗ്ലാസിൻ്റെ അടുത്ത് ഒഴിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതും നന്നായിട്ട് കൂട്ടിക്കുഴച്ച് വടിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഫോട്ടോ കുറച്ചെടുത്തു. അങ്ങനെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഇറങ്ങാറായപ്പോഴത്തേനും ഉണ്ണി ഇറങ്ങുകയാണെന്ന് പറഞ്ഞു, അതായത് കല്യാണപ്പെണ്ണ് ഇറങ്ങാറായി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആളെയും കൂടെ യാത്രയാക്കിയിട്ട് ഇറങ്ങാമല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങളവിടെ കുറച്ച് നേരം നിന്നു. അങ്ങനെ ഉണ്ണീനെ യാത്രയാക്കിയിട്ട് ഞങ്ങൾ നേരെ പോയി. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട് കേട്ടോ.